സംസ്ഥാനത്തെ LDF സർക്കാരിന്റെ ഭരണത്തിന് അറുതി വരുത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്ന് ബെന്നി ബെഹനാൻ MP. പുതുക്കാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് UDF നേതൃത്വത്തിലുള്ള ഭരണം തിരികെ വരുമെന്നും വലിയ വിജയം കൈവരിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. UDF നിയോജകമണ്ഡലം ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറിമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, KV ദാസൻ, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, മുൻ MLA MK പോൾസൺ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, DCC ഭാരവാഹികളായ സെബി കൊടിയൻ, TM ചന്ദ്രൻ, ജോബി, KC കാർത്തികേയൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് CA അബ്ദുട്ടി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 501 അംഗ ജനറൽ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു. നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അന്നത്തെ ദൃഢനിശ്ചയത്തോടുകൂടി ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വിഴിഞ്ഞം തുറമുഖം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ആ പദ്ധതി ഞാൻ നടപ്പാക്കിയിരിക്കും. എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കിയിരിക്കുമെന്ന് പറയുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. എന്തായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്? ഏത് നേട്ടമാണ് പിണറായി വിജയനുള്ളത്? നമ്മുടെ സംസ്ഥാനത്തുണ്ടായ അടിസ്ഥാനപരമായ നേട്ടങ്ങൾ ആരുണ്ടാക്കി? പ്രിയപ്പെട്ടത്, ഇന്ന് പിണറായി വിജയൻ ക്ഷമിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പുതിയൊരു രാഷ്ട്രീയ കച്ചവടം അതുകൂടി പറഞ്ഞ് അവസാനിക്കും. മാർക്സിസ്റ്റ് പാർട്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് BJPയുമായി അഡ്ജസ്റ്റ്. ജനങ്ങളെല്ലാം ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളെ ഇവിടെ നിന്ന് കെട്ടിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളോട് സമീപിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ പ്രദേശത്തെ വികസനത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് സംസ്കാരമുള്ള ജനങ്ങളോട് കാണിക്കുന്ന അവഗണനകൾ അത്രമാത്രം വലിയ രീതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു നീണ്ട 20 കൊല്ലക്കാലം മാത്രമല്ല, മറ്റൊരു കാര്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത് വളരെ കാലമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ വേണം എന്നുള്ള നമ്മുടെ മറുപടി. സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ചരിത്രപരമായ ദൗത്യം, ചരിത്രപരമായ ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത് മാത്രം ഇത്തരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പുതുക്കാലം അതുപോലെ ഇതിനോടൊപ്പം